ഇറാനിൽ വെടിനിർത്തൽ നീട്ടിയത് സുബോധമുള്ള എല്ലാ മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്നു. പ്രസിഡന്റ് ട്രംപിന് നമോഭാഗം. തീർച്ചയായിട്ടും അത് അമേരിക്കയ്ക്കൊരു ക്ഷീണമാണെങ്കിലും ഒരുപാട് മനുഷ്യർ മരിക്കുന്നതും ഒരുപാട് ദ്രോഹങ്ങൾ ഉണ്ടാകുന്നതും അത് ഒഴിവായി കിട്ടിയെന്നുള്ളതാണ് മനുഷ്യരാശിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം. അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യരെ സ്നേഹിക്കുന്നവർക്ക് അവർ കൊല്ലപ്പെടുന്നത് കാണുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. കടുംകൈകൾ പലതും ചെയ്യാനായിട്ട് അമേരിക്കയ്ക്ക് കഴിയുമായിരുന്നു, ഇനിയും കഴിയും. പക്ഷെ അത് ചെയ്യുന്നില്ല, ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് വേണ്ടതും. ആവശ്യമുള്ള സമയത്ത് മതി ഉചിതമായ തീരുമാനം. അപ്പോൾ അതിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഒരു സംയുക്തമായ ഒരു തീരുമാനം അവർ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് വരട്ടെ, അതുവരെയാണ് വെടിനിർത്തൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം അരകാച്ചി എന്ന് പറയും, പിന്നെ ഗാലിബാഫ് വേറൊന്ന് പറയും, ഈ IRGC എന്ന് പറഞ്ഞൊരു ഭീകര സംഘടനയുണ്ട്, ഭീകര പട്ടാളം, അവന്മാർ വേറൊന്ന് പറയും. അവരുടെ കയ്യിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. തീവ്ര നിലപാടുള്ളവർ, ചാകാനും കൊല്ലാനും, ചാകുകയും കൊല്ലുകയും ചെയ്യുന്നത് ഒരു മതപരമായ ഒരു അനുഷ്ഠാനമായിട്ട് കണക്കാക്കുന്ന ആളുകൾ. അപ്പോൾ അവരോടൊന്നും സുബോധം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ആരാണ് അവിടെ നിയന്ത്രണത്തിൽ എന്നുള്ള ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. അതുണ്ടാക്കിയത് ഇസ്രായേലും അമേരിക്കയും ഒക്കെ കൂടി തന്നെയാണെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ പിന്നെ ആരോടാണ് സംസാരിക്കുന്നത്? അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ അവിടെ ജീവിച്ചു പോകാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അരകാച്ചി ഈ ഹൊർമൂസ് തുടർന്നു എന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസത്തേക്ക് ഇങ്ങനെയുടെ പ്രസ്താവനകളെ ഒരിടത്തും കാണാനില്ലായിരുന്നു. അപ്പം അയാളെ ശരിപ്പെടുത്തി കാണും. പിന്നീട് ഇപ്പോൾ കാണുന്നുണ്ട്. ശരിപ്പെടുത്തുക മീൻസ് അവരെ അതുപോലെ ബാക്കി എല്ലാവരും കൂടി അയാളുടെ നേരെ കടന്നാക്രമിച്ച് കാണും. എന്തായാലും ഇപ്പം അയാൾ വീണ്ടും രംഗത്ത് വരുന്നുണ്ട്. വിദേശകാര്യമന്ത്രിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറായിരുന്നു. ഇസ്ലാമാബാദിലേക്ക് പോകാനായിട്ട് വൈസ് പ്രസിഡന്റ് JD വാൻസും വിമാനമെല്ലാം തയ്യാറായി നിന്നതാണ്. പക്ഷേ ഇറാൻ സംഘം വരില്ല എന്ന് കട്ടായം പറഞ്ഞു. പാകിസ്ഥാൻ എത്ര ശ്രമിച്ചിട്ടും വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഈ നേവൽ ബ്ലോക്കേഡ്, ഹൊർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നേവൽ ബ്ലോക്കേഡ്, ഇറാൻ്റെ കപ്പലുകൾ ഇറാനിൽ ചെന്നിട്ടും ഇറാനിലേക്ക് പോകുന്നതുമായ കപ്പലുകൾ അമേരിക്ക പരിശോധിക്കുന്നു, അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അതുപോലെ തന്നെ ഇറാനിലേക്ക് വരുന്ന ഒരു കപ്പൽ അവർ അമേരിക്ക ആക്രമിച്ച് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇതൊക്കെയാണ് അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ എന്തൊക്കെ പറഞ്ഞാൽ ഈ ഹൊർമൂസ് ഒരു പ്രശ്നം തന്നെയാണ്. അവിടെ ഹൊർമൂസിലൂടെ പോകുന്ന കപ്പലുകൾക്കെല്ലാം ചുങ്കം ഏർപ്പെടുത്താനുള്ള ഒരു പരിപാടിയാണ്, ടോൾ ഏർപ്പെടുത്താനുള്ള ഒരു പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുതരം അട്ടിമറിക്കൂലി. ഈ അട്ടിമറിക്കൂലി അത് അമേരിക്കയുടെ മാത്രം പ്രശ്നമല്ല. അമേരിക്കയ്ക്ക് അത്ര പ്രശ്നം പോലും ഇല്ല. വാസ്തവം പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അതിലൂടെയല്ല ഇങ്ങോട്ട് ഈ എണ്ണയൊന്നും അതുവഴിയല്ല ഇങ്ങോട്ട് വരുന്നത് പോലും. അപ്പോൾ മറ്റു രാജ്യങ്ങൾക്കാണ്, ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങൾക്കാണത് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. അപ്പോൾ ചൈനയും അതുപോലുള്ള രാജ്യങ്ങളും. അപ്പോൾ ചൈനയുടെ ഒരു പ്രധാന വ്യാപാര പങ്കാളിയാണ് ഈ ഇറാൻ. ചൈനയിലേക്കുള്ള എണ്ണ കൂടുതലും കൊണ്ടുപോകുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ചൈനയുമായിട്ടൊരു ഏറ്റുമുട്ടൽ വരുന്ന സാഹചര്യം, അതായത് ചൈനയുടെ കപ്പൽ നമുക്കറിഞ്ഞുകൂടെ യുദ്ധമൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന്. ചൈനയുടെ കപ്പൽ ഇപ്പോൾ അമേരിക്ക പിടിച്ചെടുക്കുന്നു, അല്ലെ അമേരിക്ക ആക്രമിക്കുന്നു. അപ്പോൾ ചൈന കയറി ഇടപെടുമോ? അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ഇറാനെ സഹായിച്ചിട്ട് ചൈനയ്ക്ക് പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നുമില്ല. എണ്ണയുടെ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ, നേരെ മറിച്ച് അമേരിക്കയെ പിണക്കി കഴിഞ്ഞാൽ മൊത്തം ദോഷമാണ് വരാൻ പോകുന്നത്, മൊത്തം ചൈനയ്ക്ക് ദോഷമാണ് വരാൻ പോകുന്നത്. എന്ന് മാത്രമല്ല ചൈന അവരുടെ സ്വാർത്ഥ ലാഭങ്ങളല്ലാതെ ഈ മറ്റ് രാജ്യങ്ങളുടെ മേലിൽ ഒരു അധീശത്വം നേടണം എന്നുള്ളൊരു ആഗ്രഹം ഇതുവരെ കാണിച്ചിട്ടില്ല. ഇനി കാണിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു ചിന്താഗതി അല്ല എന്ന് തോന്നുന്നു. അപ്പം റഷ്യ അവരെ ആര് കണക്കാക്കുന്നു? അവിടെ യുക്രൈനിൽ പോയി അവിടെ പോലും വിജയിക്കാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളാണ് ഈ റഷ്യ. അപ്പോൾ അതാണ് നിലവിലുള്ള സാഹചര്യം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ അട്ടിമറിക്ക് വലിയൊരു ആഗോള പ്രശ്നമായി മാറും. അത് ഇറാൻ ആ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അപ്പോൾ അത് അമേരിക്ക എന്തായാലും ഇപ്പം ആ നേവൽ ബ്ലോക്കേഡ് തുടരുമെന്ന് തന്നെയാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേവൽ ബ്ലോക്കേഡ് തുടർന്നു കഴിഞ്ഞാൽ ഇറാനിലേക്ക് പോകുന്ന കപ്പലുകളും ഇറാനിൽ നിന്ന് വരുന്ന കപ്പലുകളും തടയപ്പെടും. അവയ്ക്ക് സ്വതന്ത്രമായിട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുമൂലം പ്രതിദിനം ഏതാണ്ട് $500 ബില്യൺ നഷ്ടം ഇറാന് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നഷ്ടം വരുന്നതെന്ന് പറഞ്ഞാൽ ഇറാന് വരുന്ന നഷ്ടം ഇപ്പം ഈ തലയ്ക്ക് ചൂടുപിടിച്ച IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ്, അപ്പോൾ ആ കക്ഷികൾ അവരാണിപ്പം നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അവർക്കിതൊന്നൊരു പ്രശ്നമല്ല, ചാകാനും കൊല്ലാനും റെഡിയായിട്ട് നിൽക്കുകയാണ് അവർ. അപ്പോൾ അങ്ങനെ ആണ് സ്ഥിതി. അപ്പോൾ ഈ
പിന്നെ സൗത്ത് അമേരിക്കയിൽ ഉപയോഗിച്ച അതേ സ്ട്രാറ്റജി ഈ ചെറിയ കപ്പലുകളിലൊക്കെയാണ് ഇവർ, ചെറിയ ബോട്ടുകളിലും ചെറിയ കപ്പലുകളിലൊക്കെയാണ് ഇവർ ഈ ആക്രമണത്തിനൊക്കെ വരുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലേ? അമേരിക്കയുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങളും ഇവർ വരുന്നതും ഒക്കെ കാണാനായിട്ട്, അല്ലെങ്കിൽ ഇവരെ നേരിടാനായിട്ട് കഴിയില്ലേ? ഒരുപക്ഷെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരിക്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നേവി ഇതിനകം തന്നെ തകർത്ത് കഴിഞ്ഞു എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, അവകാശപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതെല്ലാം എത്ര കണ്ട് ഇതിന് ശരിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും അവർ ശക്തമായിട്ട് നിൽക്കുന്നുവെന്നാണ് സൂചനകൾ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വാസ്തവം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രസിഡന്റ് നടത്തുന്ന അവകാശവാദങ്ങളും ഈ പ്രസ്താവനകളും അത് ഈ യുദ്ധത്തെ, വാസ്തവം പറഞ്ഞാൽ യുദ്ധത്തെ ചൂടാക്കുകയും തണുപ്പിക്കുകയും ഇതെല്ലാം ചെയ്യുന്നത് അതാണ്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും പരസ്യപ്രഖ്യാപനങ്ങളും ഇത് ഈ ഒരു യുദ്ധരംഗത്ത് ഇതൊക്കെ എത്ര കണ്ട് നല്ലതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ആരാണ് പ്രസിഡന്റിനോട് പറയുക? ഈ നിശബ്ദമായിട്ടിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ നേടുന്നവരെ ഒരു കാര്യത്തെപ്പറ്റി ഒരു പ്രതികരണം പറയരുത്, ആ രീതിയിലല്ല പ്രസിഡന്റിൻ്റെ നിലപാട്. അദ്ദേഹം വായി തോന്നുന്നത് എപ്പോൾ മനസ്സിൽ തോന്നുന്നു അത് അന്നേരം തന്നെ കുറിച്ച് വെക്കുകയും ചെയ്യും. അപ്പോൾ അത് ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റാത്തതിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പാടില്ല. പണ്ട് 1952 മറ്റോ CIA ആണ് അവിടെ ഒരു അട്ടിമറി ഉണ്ടാക്കിയത്. എന്നിട്ടാണ് അവിടുത്തെ ഇറാൻ ഷായെ കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചത്. അതിനെയൊക്കെയുള്ള രോഷം കൊണ്ടാണ് 79 ഇസ്ലാമിക റവല്യൂഷൻ ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഈ ഒബാമ പ്രസിഡൻ്റായിരുന്നപ്പം ഇറാനുമായിട്ടൊരു അണുശക്തി കരാറുണ്ടാക്കി. 2 വർഷത്തോളം എടുത്തു അതിൻ്റെ ചർച്ച. അതിനുശേഷമാണ് ആ കരാറുണ്ടാകുന്നത്. ആ കരാർ അടുത്ത ട്രംപ് പ്രസിഡൻ്റായപ്പോൾ അത് റദ്ദാക്കി. എന്നിട്ട് ഇറാനെതിരെ ശത്രുതാ നിലപാട് സ്വീകരിച്ചു. പിന്നീട് ആ കരാർ പുതുക്കാനായിട്ട് ബൈഡൻ്റെ കാലത്ത് ശ്രമിച്ചെങ്കിലും ഇറാൻ വഴങ്ങിയില്ല, അതിന് സമ്മതിക്കുണ്ടായില്ല. ഇപ്പോൾ ട്രംപ് വീണ്ടും ഇറാനെ ആക്രമിക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രസിഡന്റ് മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ നിലപാടുകളിൽ മാറ്റം വരുന്നു അമേരിക്കയുടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറാൻ എന്ത് ചെയ്യും? അതാണ് അവരുടെയും ഒരു പ്രശ്നം. അപ്പം സ്ഥിരമായ ഒരു പോളിസി അമേരിക്കയിൽ നിന്നുണ്ടാവണം എന്നാണ് അവരാഗ്രഹിക്കുന്നതെന്നാണ് പല റിപ്പോർട്ടുകളിൽ നിന്നും പറയുന്നത്. അവർ ഈ യുറേനിയം എൻറിച്ച് ചെയ്ത് യുറേനിയം അവർ അമേരിക്കയ്ക്ക് തിരിച്ചു കൊടുക്കുകയോ അമേരിക്കയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്താൽ കൂടി ഭാവിയിലേക്ക് സ്ഥിരമായ ഒരു ബന്ധം, അപ്പോൾ അതാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. എങ്ങനെയായിരുന്നാലും എന്തായാലും തൽക്കാലത്തേക്ക് ഈ വെടിനിർത്തലൊന്ന് ഒഴിവായല്ലോ. അതാണിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യം. അവിടെ പോയി അതെല്ലാം നശിപ്പിച്ച് നമുക്കറിയാം ഇപ്പോൾ അമേരിക്ക വിചാരിച്ചാൽ അത് ടെഹ്റാനും ഒക്കെ മരുഭൂമിയാക്കി കളയാനായിട്ട് കഴിയുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ലോകമെങ്ങും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയെല്ലാം കൊല്ലപ്പെടുന്നതും ഒക്കെ മനുഷ്യരാണ്. നമ്മൾ ഹാമാസിൻ്റെ അവിടെ പോയി ഈ ഹമാസ് ദുഷ്ടന്മാരാണെന്ന് പറഞ്ഞാലും അല്ല ഹിസ്ബുള്ള ദുഷ്ടന്മാരാണെന്ന് പറഞ്ഞാലും അവിടെ അനുഭവിക്കുന്നവരാരാണ്? സ്ത്രീകളും കുഞ്ഞുങ്ങളും. ആ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ ആ വേദനയും ദുഃഖമൊക്കെ നമ്മൾ കാണേണ്ടി വരുന്നു. അപ്പോൾ അതേതായാലും ഇവിടെ ആവർത്തിക്കാതിരിക്കുന്നത് ഏറ്റവും ഒരു ബിഗ് സല്യൂട്ടാണ് പ്രസിഡന്റിന്. വെടിനിർത്തുകയും ഒരു കരാറുണ്ടാവുകയും വേണം. അവിടെ അതിനിടയ്ക്ക് യവന്മാർക്കിട്ട് 1-2 കൊട്ട് കൊടുക്കണം ഈ IRGC അത് കഴിഞ്ഞാലേ അവർ പാഠം പഠിക്കുകയുള്ളൂ. അപ്പോഴേ അവർ ഈ ചർച്ചയിലേക്കൊക്കെ വരികയുള്ളൂ. അതുപോലെ തന്നെ ഇറാൻ ജനത ഇറാൻ ജനതയ്ക്കൊരു ബ്രീത്തിങ് ടൈം ഇത്തിരി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഭരണകക്ഷികളെ അവർ തട്ടിത്തെറിപ്പിച്ച് അവരും ഒരു ജനാധിപത്യവും ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ചുള്ള ഒരു ഭരണകൂടം അവിടെ വരും. ഈ മതത്തിൻ്റെ പേരിലൊക്കെയുള്ള ഈ ഭീകരന്മാർ അവരെയാണ് ആദ്യമായിട്ട് പറഞ്ഞു വിടേണ്ടത്. എന്തായാലും ഈ വെടിനിർത്തലിന് സ്വാഗതം.